തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ച വേണുവിന്റെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വേദനയുണ്ടാക്കുന്ന വാക്കുകൾ തന്നെയാണ്. കാരണം തന്റെ മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗമായിരിക്കുമെന്നാണ് ഈ സന്ദേശത്തിലുള്ളത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാദം തെറ്റാണ് എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. നമ്മളോടൊപ്പം രാവിലെ വേണുവിന്റെ ഭാര്യയായ സിന്ധു തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി സിന്ധു, നമസ്കാരം. വീണ്ടും നിങ്ങളടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളത് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വേദനയുള്ള സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് എന്നറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ മറ്റൊരു വശം കൂടിയുണ്ട്. നീതിക്ക് വേണ്ടി കൂടി നിങ്ങൾ പോരാടുകയാണ്. ആ ശബ്ദം എല്ലാവരും കേൾക്കുക തന്നെ വേണം. കാരണം കഴിഞ്ഞ ദിവസം പോലും വേണു അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗമാണ് കുറ്റക്കാർ എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പല വാദങ്ങളും ഇപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ നിരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് ആദ്യം പറയാനുള്ളത്? ഇപ്പോൾ പുതിയതായിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷുഗർ കൂടുതലായിരുന്നു, വൃക്ക കംപ്ലൈൻ്റ് ആയിരുന്നു, അതിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും തന്നെ ഇല്ലായിരുന്നു. ഞാൻ അന്നും ഇന്നും ഉറപ്പിച്ച് പറയുന്നു, മതിയായ ചികിത്സ കിട്ടാഞ്ഞത് തന്നെയാണ് മരിച്ചത് അദ്ദേഹം. ആൻജിയോഗ്രാം കൃത്യസമയത്ത് ചെയ്താൽ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റിയില്ല, എക്കോ ചെയ്താൽ അറിയാൻ പറ്റിയില്ല, ഒന്നും അവർ ചെയ്തിട്ടില്ലായിരുന്നു. ശരിക്കും ഈ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളെ റെഫർ ചെയ്യുകയാണല്ലോ. അപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു വേദനയുണ്ടായി 24 മണിക്കൂറിന് ശേഷമാണ് വേണുവിനെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണോ? എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കുക, ചികിത്സ നൽകുക, അതും പറഞ്ഞല്ലേ കൊല്ലത്ത് നിന്നും വിട്ടത്? അവിടെ മുതൽ അനാസ്ഥയുണ്ടായിട്ടുണ്ടോ? ആണ് 24 മണിക്കൂറിനകം എത്തിക്കുന്നത്. ഞാൻ 8:30ക്കാണ് ഞാൻ അവിടെ എത്തിക്കുന്നത്. 7:30ക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ കാഷ്വാലിറ്റിയിൽ പോയി ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു. നമ്മളെ വാർഡ് അഡ്മിറ്റ് ചെയ്തിട്ടും ചോദിക്കും, ഞാൻ അഡ്മിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ. അവിടുന്ന് തന്നെ നമുക്ക് ശരിക്കും വിഷമം തോന്നുന്ന പല കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം വീൽ ചെയറിൽ ഉരുട്ടുന്ന സമയത്ത് അവിടുത്തെ ഒരു അറ്റൻഡറോട് ഞാൻ പറയുന്നു, ഇദ്ദേഹത്തെ ഒന്ന് ഈ വീൽ ചെയറിൽ ഇദ്ദേഹത്തെ ഒന്ന് വാർഡ് 28 എത്തിക്കുക എന്ന് പറയുമ്പോഴും അദ്ദേഹം അവിടെ പറയുന്നത് അത് എൻ്റെ ഡ്യൂട്ടിയല്ല, നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞു. അത് തന്നെ ആദ്യത്തെ അവഗണനയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഇത്തിരി സ്ഥലം പോലും ഇല്ല. അവിടെ താഴെ കിടന്ന് ഓക്കെ, ആ മനുഷ്യന് ജീവനെങ്കിലും അവർക്ക് രക്ഷിച്ച് തരാമായിരുന്നു. അതും അവർ ചെയ്തില്ല. മൊത്തത്തിൽ എനിക്ക് നഷ്ടങ്ങളാണ്. അവിടെ ഞാൻ ഇവിടെ നിന്ന് ജീവനോട് കൊണ്ടുപോയിട്ട് മൊത്തത്തിൽ എനിക്ക് നഷ്ടങ്ങൾ തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും. എന്നിട്ടും അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാം തീയതി ഇവിടെ നമ്മൾ കൊല്ലത്ത് ഡ്രോപ്പായി ചെക്ക് ചെയ്തപ്പോൾ 1.66 ഉള്ളായിരുന്നു. പക്ഷെ 2-ാം തീയതി നമ്മുടെ മെഡിക്കൽ കോളേജ് ലാബിൽ ACR ലാബിൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രോപ്പായി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 26.9 ആയിരുന്നു. എന്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചത് ചെയ്തില്ല? അറ്റാക്കിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് നിന്ന ഒരു മനുഷ്യനില്ല, അവരത് ഒന്നും അവർ നോക്കിയില്ല. ഇപ്പം ഓരോരുത്തർ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. എന്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അവിടെ ഉണ്ടായത്? ഒന്നുമല്ല, അവർക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.